മക്കളെ, ഇതാ ജെറുസലേമിലെ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി അനേക മക്കൾ ഒരുമിച്ച് ചേരുന്നത് ഞാൻ കാണുന്നുണ്ട്. ജനുവരി 10 വരെ അനുഗ്രഹത്തിന്റെ നാളുകളാണെന്ന് മറക്കരുത്. ധാരാളം മക്കളുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് ഉത്തരം നൽകുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരെയും ഞാൻ വ്യക്തമായി കാണുന്നു. നിങ്ങൾ ഇവിടേക്ക് അറിയിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നിതാ അതിമനോഹരമായിരിക്കുന്ന ഒരു വചനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ആത്മാവിന്റെ കരുത്താണ് വചനം. അവരന് വേണ്ടി കരുതുന്നതാണ് മനുഷ്യത്വവും ദൈവികതയും. വാലി വരിച്ച് കൊടുക്കുന്നതാണ് മനുഷ്യത്വം. എല്ലാ നന്മകളും ജീവിതത്തിൽ ആഗ്രഹിച്ചത് കിട്ടണമെന്നൊന്നില്ല. വിവിധ പ്രാർത്ഥന നിയോഗങ്ങളുമായി ഇപ്പോൾ ഈ പ്രയർ ലൈനിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വചനമാകുന്ന യേശുവിന്റെ കൈകളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇന്ന് കർത്താവ് തരുന്ന വചനം 1 കൊരിന്ത്യർ 3:7. നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നല്ല വചനല്ലേ പ്രിയപ്പെട്ടവരെ? ദൈവമാണ് എല്ലാറ്റിലും എല്ലാവരിലും പ്രവർത്തിക്കുന്നത്. ദൈവമാണ് നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും, നമ്മുടെ നിയോഗങ്ങളിലും, നമ്മുടെ സങ്കടങ്ങളിലും, നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ പ്രവർത്തിക്കുന്നത്. ഒരു വിത്ത് കുഴിച്ചിട്ടാൽ വളർത്തുന്നത് ദൈവമല്ലേ? ഒരു കിണർ കുഴിച്ചാൽ അതിൽ വെള്ളം തരുന്നത് ആരാണ്? നമ്മുടെ പിതാവായ ദൈവമല്ലേ? ഒരു തട്ടുകട ആരംഭിച്ചാൽ സൂപ്പർ മാർക്കറ്റാക്കി വളർത്തു തരുന്നത് ആരാണ്? ദൈവമാണത്. കുട്ടികൾ പഠിക്കുന്നു, ഉന്നതമായ വിജയം തരുന്നത് ആരാണ്? യുവാക്കൾ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നു, ഉയർന്ന ജോലിയിൽ അവർക്ക് പ്രമോഷൻ കൊടുക്കുന്നത് ആരാണ്? വിവാഹം കഴിക്കുന്നു, കുഞ്ഞുങ്ങളെ തരുന്നത് ആരാണ്? അതാണ് വചനം പറഞ്ഞത്. നടുന്നവനോ നനയ്ക്കുന്നവനല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യമെന്ന്. സ്വാർത്ഥതയില്ലാതെ ജീവിക്കാൻ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ, ഗോതമ്പ് മണി പോലെ അഴുകുവാൻ, മെഴുകുതിരി പോലെ പ്രകാശമേകുവാൻ ദൈവത്തിൽ പൂർണ്ണമായി നമ്മൾ വിശ്വസിച്ചേ മതിയാവും. എത്രയോ പാപികളെ വിശുദ്ധരാക്കി, എത്രയോ രോഗികളെ സൗഖ്യമാക്കുന്ന, എത്രയോ ദുശീലങ്ങളെ നിന്ന് രക്ഷിച്ചെടുക്കുന്ന, എത്രയോ പാപസാഗ്നി രക്ഷിച്ച ദൈവമാണ് നമ്മോട് പറയുന്നത്, നിന്നെ വളർത്തുന്ന ദൈവമാണ് ഞാൻ. ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. എന്റെ കണ്ണുനീരും തുടയ്ക്കുവാൻ, എന്നെ ശക്തിപ്പെടുത്തുവാൻ, എന്നെ അനുഗ്രഹിക്കുവാൻ, അഭിഷേകം ചെയ്യുവാൻ ഇതാ വചനമാകുന്ന യേശു വരികയാണ്. ഇപ്പോൾ ഈ വചനം ശ്രവിക്കുന്ന സർവരിലും ദൈവം പ്രവർത്തിക്കട്ടെ. സർവരിലും വിശ്വാസം വർദ്ധിക്കട്ടെ. തീരാ ദുഃഖങ്ങളും മാറാ രോഗങ്ങളും യേശുവിന്റെ ആണിപ്പാടുള്ള വിരൽ നീട്ടി തൊട്ടു സുഖപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ദുഃഖങ്ങളെല്ലാം വിട്ടുപോകട്ടെ. ദൈവം നീതിമാനും പരിശുദ്ധനുമാണ്. അവിടുന്ന് എന്നും നിന്നെ വളർത്തുന്ന ദൈവമാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും, ഇത് ഷെയർ ചെയ്യാൻ കാത്തിരിക്കുന്ന സർവ്വ മക്കളോടും അവിടെ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.